സൂരജിനെ സ്നേഹിച്ചത്. ഞാൻ ഈ ബന്ധത്തിലേക്ക് സൂരജിനെ കൊണ്ടുവന്നത്. മാക്സിമം ഒഴിഞ്ഞു മാറാനാ ആ പാവം ശ്രമിച്ചത്. അതൊക്കെ അവന്റെ അഭിനയമായിരിക്കും. ആളുകളെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കാൻ തള്ളയെപ്പോലെ അവനും മിടുക്കനാ. പക്ഷെ ആ മിടുക്ക് ഈ കാര്യത്തിൽ നടക്കില്ല. ഇപ്പൊ അവൻ പോയിരിക്കുന്നത് അവസാനത്തെ പോക്ക. ഇനി അവനൊരു തിരിച്ചുവരവുണ്ടാവില്ല. അമ്മേ, എന്താ തന്നെ അരുതാത്ത വാക്കുകളൊക്കെ പറയുന്നത്? ഇല്ല മുത്തശ്ശി, അമ്മയുടെ ഈ ശാപവാക്കുകളൊന്നും ഏൽക്കാൻ പോകുന്നില്ല. പിന്നെ സൂരജ് വരുന്നത് എത്ര നാള് കഴിഞ്ഞായാലും അതുവരെ ഞാൻ കാത്തിരിക്കും. ഞങ്ങളെ അകറ്റാനാണ് സൂരജിനെ മാറ്റി നിർത്തിയതെങ്കിൽ ഇപ്പോഴേ പരാജയം സമ്മതിച്ചോ? അത് നടക്കില്ല. ഈ വർത്താനം എല്ലാ പെണ്ണുങ്ങളും പറയുന്നതല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഇപ്പൊ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നിന്റെ കാര്യത്തിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. നീ നോക്കിക്കോ. ആ വിശ്വാസത്തിൽ അമ്മ നിൽക്കുന്നതെങ്കിൽ അത് വെറുതെയാ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. വിദ്യ, മോളെ ഇവിടെ വന്നിരുന്നേ. നിന്റെ ഈ പെരുമാറ്റം അവളിൽ വാശി കൂട്ടുകയുള്ളൂ തന്നെ. സ്നേഹത്തോടു കൂടി മാത്രമേ അവളെ പറഞ്ഞു തിരുത്താൻ പറ്റൂ. അവളുടെ സംസാരം അമ്മയും കേട്ടില്ലേ? ഇങ്ങനെ സംസാരിക്കുന്ന അവളോട് എങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കുന്നത്? അവളിനി എന്തൊക്കെ കാണിച്ചാലും ആ വൃത്തികെട്ടവനൊപ്പം ജീവിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. എന്റെ ഭഗവാനെ കൃഷ്ണ, ഈ പ്രശ്നങ്ങൾക്ക് നീ തന്നെ ഒരു പരിഹാരം കാണണേ ഭഗവാനെ. മീര, മീരയുടെ കാര്യം അമ്മ ഇന്നലെ സംസാരിച്ചതേ ഉള്ളൂ. ആണോ? അമ്മ എന്തു പറഞ്ഞു? അമ്മയുടെ കാര്യം പറയണോ? വീണ്ടും തീർത്ഥാടനത്തിന് ഇറങ്ങി. എല്ലാ സ്ഥലവും കണ്ട് ഭജനയൊക്കെ പാടി യാത്ര ചെയ്ത് നടക്കാനൊക്കെ വലിയ ഇഷ്ടാ. അതുകൊണ്ട് ഞാനും പോയി വന്നോളാൻ പറഞ്ഞു. ഇന്നലെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്താ മീരമോളെ ഒന്ന് കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ എന്നും പോകുന്ന കാര്യം പറയാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞത്. അമ്പലത്തിൽ വരുമ്പോ അമ്മയുടെ അടുത്തിരുന്ന കഥകളൊക്കെ കേൾക്കാന്ന് കരുതിയതാ. മുത്തശ്ശി പണ്ട് കഥ പറഞ്ഞു തരുന്നത് പോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു അത്. ഇനി കുറച്ചുനാള് മിസ് ചെയ്യുമല്ലോ. അതിന് മീരയ്ക്ക് അറിയാത്ത പുരാണ കഥ ഏതാ ഉള്ളത്? എല്ലാം പഠിച്ചു അറിഞ്ഞു വച്ചിട്ടുള്ളതല്ലേ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ കഥകളിലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരേ കഥ തന്നെ പലരും പല രീതിയിലാവും പറയുക. അവരതില് കണ്ടെത്തിയ അർത്ഥത്തിനും വ്യാഖ്യാനത്തിനും ഊന്നല് കൊടുത്താവും അത് അവതരിപ്പിക്കുക. അതുകൊണ്ട് നമുക്കറിയാവുന്ന കഥയാണെങ്കിലും അതിന്റെ പുതിയൊരു അർത്ഥതലത്തിൽ നമുക്കത് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അത് സത്യ. ഏതാണ് എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരേ ഒരു കാര്യം പല രീതിയിൽ പല സന്ദർഭങ്ങളിലായി ഒരേ കഥയിൽ തന്നെ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അതെ, എനിക്ക് മുത്തശ്ശിയാ ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. വിവാഹത്തിന് ശേഷം മുത്തശ്ശിയുടെ അടുത്ത് അങ്ങനെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ നിന്നുള്ള കഥകളൊക്കെ നഷ്ടമായി. പിന്നെയുള്ളത് സുഭദ്രാന്റിയാ. പക്ഷേ വീട്ടിലങ്ങനെ ആന്റിയുടെ അടുത്തിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കാനോ കഥകൾ കേൾക്കാനോ ഉള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ ആന്റി ഇപ്പൊ തീർത്ഥാടനത്തിലാ, അയോധ്യയിൽ പോയിരിക്കും. അത് നല്ല കാര്യായി. തീർത്ഥാടനങ്ങൾ മനസ്സിന് എപ്പോഴും വലിയൊരു ആശ്വാസ. അത് ജീവിതത്തിന് പുതിയ ഉണർവും ഊർജവും ഒക്കെ നൽകും. തീർത്ഥാടനം അല്ലെങ്കിലും ആദർശേട്ടനും യാത്രയില്ല. എവിടെയാ? ഹൈദരാബാദിലെ സൈറ്റിൽ പോയിരിക്കാം. അവിടെ ഓരോരോ പ്രശ്നങ്ങൾ തന്നെയാ. ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടലിൽ തിര ഒഴിയാത്ത പോലെ വന്നുകൊണ്ടിരിക്കുക. അത് നല്ല പ്രയോഗാട്ടോ. ജീവിതം അങ്ങനെയാണ് മീര. അവിടെ ഒരിക്കലും പ്രശ്നങ്ങളുടെ തിരകൾ ഇല്ലാതെ വരില്ല. അതെപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. ആ തിരയിൽ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തിരകൾ നമ്മളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ ഭയപ്പെടുകയും ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശക്തമായ തിരമാലകളെ ഭയപ്പെടാതെ മുറിച്ച് മുന്നിലേക്ക് പോകാൻ കരുത്തുള്ളൊരു കപ്പൽ വേണം. അതാണ് ഭക്തി. അടിയുറച്ച ഈശ്വരവിശ്വാസിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒരാശങ്കയും കൂടാതെ കടന്നു പോകാൻ സാധിക്കും.
വഴിയറിയുന്നൊരാൾ കൈപിടിച്ച് നടത്താനുണ്ടെന്നൊരു വിശ്വാസം എപ്പോഴും മനസ്സിലുറച്ചാൽ എത്ര ദുർഘടമായ വഴിയും താണ്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാ ഓരോ നിമിഷവും ധൈര്യം തരുന്നത്. പിന്നെ എന്തിനാ ഈ പേടി? ഞാൻ ചിന്തിക്കുന്നത് എന്നെക്കുറിച്ച് മാത്രമല്ലല്ലോ, കമ്പനിയെക്കുറിച്ചും സൂരജിന്റെ അവസ്ഥയെല്ലാം സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. സൂരജിന്റെയും വിദ്യയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തതുകൊണ്ടും ബീനാമ്മയുടെയും അമ്മായിയുടെയും വാശി കൂടി വരുന്നതുകൊണ്ടും തൽക്കാലത്തേക്ക് സൂരജിനെ ഇവിടുന്ന് മാറ്റി നിർത്താമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ആദർശേട്ടൻ സൂരജിനെ ബാംഗ്ലൂരിലെ സൈറ്റിലേക്ക് അയച്ചിരിക്കാം. സംഭവിക്കാനുള്ളത് എങ്ങനെയായാലും സംഭവിച്ചേ പറ്റൂ. വിധിയെ തടുക്കാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാവും പലതിനും ഒരു കാരണമാവുന്നത്. മുകുന്ദേട്ടൻ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പറയാം. പണ്ട് വലിയ തത്വജ്ഞാനിയും ഈ ഭൗതിക ലോകത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കുകയും ചെയ്തൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചേഷ്ടകളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണക്കാർ ആ മനുഷ്യന് ഭ്രാന്താണെന്ന് കരുതി അദ്ദേഹത്തെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിച്ചു. സഞ്ചാരിയായിരുന്ന അദ്ദേഹം സൂര്യാസ്തമയമാകുമ്പോൾ തീയും വെള്ളവും ലഭിക്കുന്ന സ്ഥലത്ത് യാത്ര അവസാനിപ്പിച്ച് അന്ന് ഭിക്ഷയായി കിട്ടിയ അരി പാചകം ചെയ്ത് ഭക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ചെന്നെത്തിയത് ഒരു ചുടലപ്പറമ്പിലായിരുന്നു. നിസ്സംഗനായ അദ്ദേഹത്തിന് എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരുന്നതിനാൽ ആ ശ്മശാനത്തിൽ രാത്രി കഴിച്ചുകൂട്ടുന്നതിൽ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. ചിതയിലെ കനലെടുത്ത് അടുപ്പ് കൂട്ടി അന്ന് ഭിക്ഷയായി കിട്ടിയ അരി പാകം ചെയ്ത് ഭക്ഷിച്ച ശേഷം കാലിലെ മന്ദിന് ചൂടേകാൻ അടുപ്പിനരികിലേക്ക് നീട്ടിവെച്ച് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പാതിരാവായപ്പോൾ കാളീദേവിയും പരിവാരങ്ങളും ശ്മശാനത്തിലെത്തി. ദേവിക്ക് മനുഷ്യ സാമീപ്യത്തിൽ നൃത്തം ചെയ്യാനാവാത്തതിനാൽ അവിടെ ഉറങ്ങുന്ന മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിക്കാൻ ഘോര ശബ്ദങ്ങളും കൊടുങ്കാറ്റും അങ്ങനെ പലതും സൃഷ്ടിച്ചു. പക്ഷെ അതൊന്നും നിസ്സംഗനായ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയില്ല. ഒടുവിൽ ദേവി അദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കി തനിക്ക് നൃത്തം ചെയ്യേണ്ടതുണ്ടെന്നും ഇവിടെ നിന്ന് മാറി തരണമെന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹം തനിക്കിവിടെ ഉറങ്ങേണ്ടതാണെന്നും ദേവി വേണമെങ്കിൽ നൃത്തം ചെയ്തോളൂ, അല്ലെങ്കിൽ മടങ്ങിപ്പോക്കോളൂ എന്നും പറഞ്ഞു. തർക്കം കൊണ്ട് ഫലമുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ദേവി മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. തന്നെ ഭയക്കാത്ത ദിവ്യനായ മനുഷ്യനെ ശപിക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് വരം നൽകാൻ ദേവി തീരുമാനിച്ച് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. വരമൊന്നും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ദേവിയുടെ നിർബന്ധത്താൽ ഒടുവിൽ അദ്ദേഹം ഒരു ദിവസത്തെ ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ദേവിക്ക് അതിനൊരിക്കലും സാധിക്കില്ല എന്ന് അറിയിച്ചു. എങ്കിൽ ഒരു ദിവസത്തെ ആയുസ് കുറച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അതും സാധിക്കാത്ത കാര്യമാണെന്ന് ദേവി പറഞ്ഞു. അത് കേട്ട് പുഞ്ചിരിയോടെ അദ്ദേഹം തന്റെ വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറ്റാമോ എന്ന് ചോദിച്ചു. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് വരം നൽകി ദേവി മറഞ്ഞു. ഉറക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങാനും കിടന്നു. വിധിയെ മാറ്റാൻ ഈശ്വരന് പോലും സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലേ? അതെ. വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറുന്ന പോലെ പ്രയോജനമില്ലാത്ത മാറ്റങ്ങളാ ഭൗതിക ജീവിതത്തിൽ നമ്മൾ നേടുന്നതും. സത്യം. സൂരജിനെ എവിടേക്ക് മാറ്റിയാലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. സൂരജിനെ മാറ്റിയാലും അവരുടെ വിവാഹം നടക്കുമെന്നാണോ മുകുന്ദേട്ടൻ പറയുന്നത്? അങ്ങനെയാണ് വിധിയെങ്കിൽ അത് സംഭവിക്കും. കണ്ണിൽ നിന്ന് മായുമ്പോൾ മനസ്സിൽ നിന്ന് മറയുമെന്ന് കരുതിയാണ് സൂരജിനെ മാറ്റിയത്. പക്ഷേ സ്നേഹിക്കുന്ന മനസ്സിന്റെ ശക്തിയും ആഴവും അതിന്റെ നിഗൂഢതകളും അറിയാതെ പോകുന്നത് അനർത്ഥങ്ങൾക്ക് കാരണമാകും. ഭാവിയിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. മുകുന്ദേട്ടൻ പറയുന്ന കേട്ടിട്ട് എനിക്കെന്തോ പേടി തോന്നുക. മീര പേടിക്കണ്ട. നേരത്തെ മീര പറഞ്ഞില്ലേ, തിരമാലകളിൽ ആടി ഉലയാതെ മീരയെ നയിക്കാൻ ഭഗവാനുണ്ടെന്ന്. ആ ഉറപ്പ് മീരയുടെ മനസ്സിലും ഉണ്ടായിരുന്നാ മതി. തൊഴുതില്ലല്ലോ, പോയി തൊഴുതിട്ട് വന്നോളൂ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതൊരു അപൂർവ സംഗമമാണ്.
അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. മനുചേട്ടാ, ദാ. എന്താ തന്നെ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിപ്പോ പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വിദ്യയുടെ കാര്യം. വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നതിനും തീരുമാനം എടുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. പരിധിയിൽ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ എന്ന് കരുതാനേ സാധിക്കും. ഇല്ല മനോജേട്ടാ, ഇതങ്ങനെ വിധിക്ക് വിട്ടുകൊടുത്ത് വിധിയെ പഴിക്കാൻ ഞാനില്ല. ഇത് വിദ്യയുടെ ഭാവിയുടെ കാര്യമാണ്. അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അത് അറിയാവുന്നത് കൊണ്ടാണ് വിദ്യയുടെ വിഷമത്തിന് പോലും ഞാൻ വില കൊടുക്കാതെ തന്നോടൊപ്പം നിൽക്കുന്നത്. മനോജൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മകളുടെ ഭാവിയെക്കുറിച്ച് മാത്രമാ. വിദ്യക്ക് ഏറ്റവും നല്ലത് വേണം നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ. അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ അവൾക്ക് ഏറ്റവും യോജിച്ചതെന്ന് കരുതി തിരഞ്ഞെടുത്തു കൊടുക്കുന്നതിൽ അവൾക്ക് സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞ് ഓരോ പെൺകുട്ടികൾ അനുഭവിക്കുന്നതും മറ്റും നമ്മൾ TV-യിലും പത്രത്തിലും ഒക്കെ കാണുന്നതല്ലേ. അതൊക്കെ മികച്ചതാണെന്ന് കരുതി രക്ഷിതാക്കൾ തിരഞ്ഞെടുത്തു കൊടുക്കുന്നത് തന്നെയല്ലേ? എന്നുവെച്ച് എന്റെ മനോജേട്ടാ, എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട്. എത്രയോ പ്രണയ വിവാഹങ്ങൾ പരാജയപ്പെടുന്നു. അതുപോലെ രക്ഷിതാക്കൾ കണ്ടെത്തുന്ന ചില ബന്ധങ്ങളും പരാജയങ്ങളായെന്ന് വരാം. നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുന്നില്ല. സൂരജ് വിദ്യക്ക് വേണ്ട. അവനുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. ഇതാണ് എന്റെ തീരുമാനം. ഒരുപക്ഷെ സൂരജിന്റെ സ്ഥാനത്ത് വിദ്യ സ്നേഹിച്ചത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചേനെ. എന്തിനാ എന്നോണ? എനിക്ക് തന്നെ അറിയാത്തതൊന്നും അല്ലല്ലോ. താൻ തീരുമാനിക്കുന്ന അല്ലാത്ത ഒരു ബന്ധത്തിനും താൻ കൂട്ടു നിൽക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ കരുതിക്കോ, ഞാൻ തർക്കിക്കുന്നില്ല. എല്ലാ കാര്യത്തിലും മനോജേട്ട എന്നെ പഴി പറയും. ദൈവത്തെ ഓർത്ത് ഈ കാര്യത്തിൽ എനിക്കൊപ്പം നിൽക്കണം. ആ ബീനെ നിങ്ങൾക്കറിയാലോ. ആ സൂരജനെ എങ്ങനെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ ചെന്ന ബീനെ നമ്മുടെ മോളെ കഷ്ടപ്പെടുത്തും. അതുകൊണ്ടുകൂടിയാ ഞാൻ ഇതിനെ എതിർക്കുന്നത്. സത്യത്തിൽ എനിക്ക് വിദ്യമോളുടെ അവസ്ഥ ഓർത്ത് നല്ല വിഷമമുണ്ട്. ഇന്നുവരെ അവളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കൊപ്പവും ഞാൻ നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ മോളെ ഒറ്റപ്പെടുത്തി. എന്തിനാ മനോജേട്ട ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആ സൂരജ് നാട്ടിലില്ലാത്ത ഈ സമയത്ത് ഇങ്ങനെ ഓരോന്നോർത്ത് സമയം കളയാതെ എങ്ങനെയെങ്കിലും വിദ്യയെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വിവാഹം കഴിപ്പിക്കണം. വിദ്യ കൊച്ചുകുട്ടിയൊന്നും അല്ല തന്നെയാ. നമുക്ക് പിടിച്ചു കെട്ടി വിവാഹം നടത്താനൊന്നും പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. മനോജേട്ടന് എത്രയും പെട്ടെന്ന് വിശാലിനോട് കൂടി വീട്ടിലേക്ക് വരാൻ പറ. അവൻ കൂടി വന്നിട്ട് ഈ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. വിശാലിനെ നിനക്കറിയാലോ. ഇക്കാര്യത്തിൽ അവൻ വിദ്യക്കൊപ്പം മാത്രമേ നിൽക്കൂ. അതവൻ പറയുകയും ചെയ്തല്ലോ. അവനാ പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അത് വിശാൽ ആലോചിക്കാതെ പറഞ്ഞത്. ഇവിടെ വന്ന് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അവനത് മനസ്സിലാകും, നമുക്കൊപ്പം നിൽക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നില്ല തന്നെ. വിശാലിന്റെ കാഴ്ചപ്പാടിൽ വിദ്യക്ക് ഏറ്റവും യോജിച്ച ആള് തന്നെയാണ് സൂരജ്. ഓ പിന്നെ മനോജേട്ടാ, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും കൂടി സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ച വിദ്യയുടെ മനസ്സ് മാറുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം സത്യമാവട്ടെ. എന്തായാലും ഞാൻ വിശാലിനോട് സംസാരിക്കാം. സംസാരിച്ച പോരാ, വീട്ടിലേക്ക് വരാൻ നിർബന്ധമായിട്ടും പറയണം. ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ അവൻ നാട് തോറും അലഞ്ഞു നടക്കണ്ട. അലഞ്ഞു നടക്ക്. അവൻ ചെയ്യുന്ന അവന്റെ ജോലിയല്ലേ. എന്ത് ജോലി? ആർക്ക് വേണ്ടി അവൻ ഈ ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ ആദർശിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ് മീരെ വിളിച്ചപ്പോ ഈ ജോലിയെല്ലാം മാറ്റിവെച്ച് നാട്ടിൽ വന്ന് നിന്നവനല്ലേ വിശാല്. അപ്പോ ഇങ്ങനൊരു ആവശ്യം വരുമ്പോഴും വരണം. നീ ഇനി കാട് കയറണ്ട. ഞാൻ വിശാലിനെ വിളിച്ച് സംസാരിക്കാം. അവൻ വരും. എന്താ പോരെ? മതി. എന്റെ ഭഗവാനെ, ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു.
താൻ നോക്കിയിരിക്കായിരുന്നോ? അതെ, ആദർശേട്ടൻ വരുമെന്ന് പറഞ്ഞ സമയമായല്ലോ എന്ന് കരുതി ഹാളിൽ വന്നിരുന്നതേ ഉള്ളൂ. ആ അപ്പോഴാ കാറ് വരുന്ന ശബ്ദം കേട്ടത്. വാ. ആ. സൂരജിനെ കണ്ട് എല്ലാം ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. സൂരജ് വന്നത് വലിയ ഉപകാരമായി. ഹൈദരാബാദിനേക്കാൾ പ്രശ്നങ്ങൾ ബാംഗ്ലൂർ പ്രോജക്റ്റുകൾക്കാ. അവിടെ നമുക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പകുതി ആശ്വാസമായി. ഏറ്റവും കുഴപ്പം പിടിച്ച സൈറ്റ് സൂരജിനെ ഏൽപ്പിച്ചു. അയ്യോ, തുടക്കത്തിൽ അങ്ങനെ ചെയ്താ സൂരജിനെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യമേ ചെയ്ത് പഠിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമായിട്ട് വരും. അത് മാത്രമല്ല, ജോലിയുടെ ആദ്യ സമയത്ത് എല്ലാം ചെയ്യാനുള്ള ഉത്സാഹം കൂടുതലായിരിക്കും. ആ സമയത്ത് റിസ്ക് എടുത്ത് ജോലി ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിച്ചത്. സൂരജിനെ കൊണ്ടെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. ആദർശേട്ടൻ സൂരജിനെ അങ്ങോട്ട് വിളിച്ചപ്പോഴേ ബീനാമയ്ക്ക് വലിയ സന്തോഷായി. മുമ്പ് സൂരജിന്റെ ഏതോ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ ജോലി ശരിയാക്കിയപ്പോ വീഴാതിരുന്ന ആളാ ബീനാമ. ഇപ്പൊ വിദ്യയുടെ പ്രശ്നം വന്നപ്പോ സൂരജിനെ ഇവിടുന്ന് മാറ്റാൻ ഏറ്റവും ധൃതിയും ബീനാമയ്ക്കായിരുന്നു. സാഹചര്യം മാറുമ്പോൾ ആളുകളുടെ സ്വഭാവവും പ്രയോറിറ്റിയും ഒക്കെ മാറും മീര. നമ്മുടെ പല ശരികളും തെറ്റായിട്ട് തോന്നും. തെറ്റായിരുന്നു എന്ന് തോന്നിയ പലതും ശരിയായി മാറും. അതൊക്കെ കാലത്തിന്റെ കളികളാ. പിന്നെ ബീനാൻറ്റി പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ സൂരജിനെ ഇവിടുന്ന് മാറ്റിയത്. ഹരിയങ്കിളിനോടും സൂരജിനോടും ഞാൻ സംസാരിച്ചിരുന്നു. തൽക്കാലം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരയവ് വരുന്നവരെ സൂരജ് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് അങ്കിളും പറഞ്ഞു. സൂരജിന് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജോലിയില്ലാതെ നിൽക്കുന്നതിന്റെ ടെൻഷനും അവനെ അലട്ടുന്നുണ്ടായിരുന്നു. എപ്പോൾ തിരിച്ചു വരണമെന്ന് തോന്നിയാലും പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അതാണ് സൂരജ് അവിടെ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ജോലി ചെയ്യണമെന്നൊരു തോന്നല് സൂരജിന് വന്നല്ലോ. അത് വലിയൊരു ഈശ്വരാനുഗ്രഹം തന്നെയാ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് മുമ്പ് നല്ലൊരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിന് സാധിക്കാതെ വന്നാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനൊരവസ്ഥ സൂരജിനും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാ വിദ്യ ഇവിടെ ആയിരുന്നിട്ടും സൂരജ് അങ്ങോട്ട് പോകാൻ തയ്യാറായത്. വിദ്യയ്ക്ക് കൂടി ജോലിയായാൽ അവരുടെ കാര്യം അവർക്ക് തന്നെ തീരുമാനിക്കാം. അതുവരെ വിദ്യയ്ക്ക് പിടിച്ചു നിൽക്കാനായാൽ പിന്നെ എല്ലാവർക്കും അവരെ അംഗീകരിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാതെ വരും. സൂരജിനേക്കാളും ശക്തമായിട്ടാ വിദ്യയുടെ സ്റ്റാൻഡ്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കണ്ട. അവസാനം ഇതെല്ലാവരും അംഗീകരിക്കേണ്ട അവസ്ഥ തന്നെ വരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മോൻ വന്നേ ഏറിയുള്ളോ? അതെ അമ്മേ. അല്ല, സൈറ്റിലെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ആരെങ്കിലും അവിടെ ഇല്ലാതെ മാനേജ് ചെയ്യാൻ പാടാ. സൂരജിനെ അവിടെ ഒരു സൈറ്റിൽ നിർത്തി എല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് നന്നായി. സൂരജ് ചെറുപ്പമായതുകൊണ്ട് ഓടിച്ചാടി നടന്ന് എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റും. അതെ അമ്മേ. സൈറ്റിൽ ജോലിയെല്ലാം ഭംഗിയായി നടന്നാൽ തന്നെ പകുതി സമാധാനമായി. അല്ല, നീ എന്താ വന്ന വഴി ഇവിടെ തന്നെ നിന്നത്? കുടിക്കാൻ എടുക്കട്ടെ? ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ഫുഡ് കഴിക്കാം. ശരി, എന്നാ പോയിട്ടോ അമ്മേ. പാടോ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ചേട്ടാ, എത്ര ദിവസമായെന്നറിയോ ഞാനൊന്ന് മനസ്സമാധാനത്തിൽ ഉറങ്ങിയിട്ട്. ഉറങ്ങാൻ കിടന്ന പിന്നെ ഓരോ ചിന്തകളാ. ആവശ്യമില്ലാത്ത ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. എല്ലാം നമ്മുടെ മോളെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാ. എനിക്ക് വിദ്യയുടെ കാര്യത്തിൽ ചിന്തയൊന്നും ഇല്ലെന്നാണോ താൻ കരുതുന്നത്? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. സൂരജ് ഇവിടുന്ന് പോയ കാര്യം അറിഞ്ഞ് ഞാൻ അതിന്റെ സന്തോഷത്തിൽ പറഞ്ഞതാ. അതിങ്ങനെയാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയണ്ടേ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൂരജ് തിരിച്ചു വരും മുൻപ് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും വിദ്യയുടെ വിവാഹം നമുക്ക് നടത്തിയേ പറ്റൂ. ശരിക്കും മീര ആദർശിനെയും കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നത് ഇപ്പോഴാ. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലൊരു സാഹചര്യത്തില് നമുക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ
ഒരു നല്ല കാര്യം ചെയ്തില്ലേ? അവനിനി ആ ബാംഗ്ലൂർ തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നു. ഒരിക്കലും അവനിനി തിരിച്ചു വരല്ലേ എന്റെ ഈശ്വര. താൻ എന്തൊക്കെയാ പറയുന്നേ? അവൻ അവിടെ ഏതെങ്കിലും ഒരു ബാംഗ്ലൂരി പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ നിൽക്കട്ടെ. അതിൽ മനോജേട്ടൻ എന്താ ഇത്ര വിഷമം? ഏയ്, ഒരു വിഷമവുമില്ല. എങ്കിൽ ഇപ്പൊ തന്നെ വിദ്യക്ക് കല്യാണ ആലോചന നടത്തിയ ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ. ഇപ്പോഴോ? ഇപ്പൊ വിളിക്കണ്ടേ? രാത്രിയായില്ലേ? നാളെ വല്ലതും വിളിക്കാം. നാളത്തേക്കൊന്നും വയ്ക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചു പറ. പറയുന്നേ. ഹലോ. ആ, അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. ഓ, ഓക്കെ. സോറി, ഞാനൊന്നും അറിഞ്ഞില്ല. ശരി, ഓക്കെ. എന്താ മനോജേട്ടാ? ആ പയ്യനൊരു അഫെയർ ഉണ്ടായിരുന്നു അന്ന്. വിവാഹാലോചന മുറുകിയപ്പോഴാണ് അവനത് പറഞ്ഞത്. അവരുടെ സ്ഥാപനത്തിൽ തന്നെ ഏതൊരു സ്റ്റാഫുമായിട്ടാണ്. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഇപ്പം അവർ വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്.